ജോസി, ഈ CPI അനുനയിപ്പിക്കാൻ പരമാവധി വിട്ടുവീഴ്ചകൾക്ക് CPM ഒരുക്കമാണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വിജിൻ റിപ്പോർട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ഫയലുകൾ വേഗത്തിൽ നീക്കില്ല, വേണ്ടി വന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള ഒരുക്കം, ഇത്തരം സംഗതികളൊക്കെ നേരിട്ട് മുഖ്യമന്ത്രി തന്നെ CPI അറിയിക്കും. പക്ഷേ മുന്നണി മര്യാദ ലംഘിച്ചു, ഒപ്പം CPIയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഈ പദ്ധതി ഒളിച്ചുകടത്തി തുടങ്ങിയ അതിഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നു. ആ വിഷയങ്ങൾ സ്വാഭാവികമായും ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്യും, അതിലുള്ള അതൃപ്തിയും അറിയിക്കും. അപ്പോൾ ഈ വിട്ടുവീഴ്ച മനോഭാവം CPM CM മുന്നോട്ട് വയ്ക്കുന്ന കാര്യത്തോട് എന്തായിരിക്കും CPIയുടെ നിലപാട്? ഇന്നത്തോടുകൂടി ഈ പ്രശ്നത്തിൽ ഒരു രമ്യമായ പരിഹാരം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ ജോസി? സൈഫുദ്ദീൻ കോട്ടയം ആലപ്പുഴ CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് തുടരുകയാണ്. PM ശ്രീ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദ വിഷയങ്ങൾ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ എത്തിയതോടുകൂടി ഇക്കാര്യത്തിൽ ഒരു മഞ്ഞുരുക്കൽ ഉണ്ടായിട്ടുണ്ട്. ബിനോയ് വിശ്വം അടക്കം ആ കാര്യത്തിൽ കമ്മിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം നടത്തി. അത്തരത്തിൽ മുഖ്യമന്ത്രിയുമായി ഉച്ചയ്ക്ക് ശേഷം നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഏറെ പ്രതീക്ഷയോടെയാണ് CPI നേതൃത്വം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് CPI പോകില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വീണ്ടും എക്സിക്യൂട്ടീവ് ചേരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും വീണ്ടും ചേരും. എന്തായാലും ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനുണ്ടായ സാഹചര്യം മുഖ്യമന്ത്രി CPIയെ ബോധ്യപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും മറ്റ് സംസ്ഥാനങ്ങളടക്കം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കേണ്ട അർഹമായ ഫണ്ട് ലഭിക്കാത്ത പോകുന്നതടക്കമുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രി CPIയെ ധരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മന്ത്രി V ശിവൻകുട്ടിയും ഇക്കാര്യങ്ങൾ തന്നെയാണ് നേരത്തെ തന്നെ ബോധ്യപ്പെടുത്തിയത്, അല്ലെങ്കിൽ അത്തരം പ്രതികരണങ്ങളാണ് നടത്തിയത്. സംഘപരിവാർ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുകയല്ല, നേരെ മറിച്ച് സംസ്ഥാനത്തിന് അർഹമായ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അർഹമായ പണം ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുമായി സഹകരിക്കാൻ കാരണമായത്. അതേസമയം സംഘപരിവാർ അജണ്ട ഇതിൽ കടന്നു കയറുമോ, അല്ലെങ്കിൽ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിലടക്കം PM ശ്രീയുമായി സഹകരിക്കില്ല എന്ന നിലപാട് പറഞ്ഞ CPM ഒരുപോലെ പറഞ്ഞ പാർട്ടികൾ, അതിൽ CPM പിന്നോട്ട് പോയി എന്നുള്ളതാണ് CPIയുടെ പ്രധാനപ്പെട്ട വിമർശനം. അതുകൂടാതെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ ഇരുട്ടിൽ നിർത്തി വെറും കളിപ്പാവകളായി CPM ഏകപക്ഷീയമായി തീരുമാനമെടുത്തതിൽ കടുത്ത അമർഷത്തിലാണ് CPI നേതൃത്വം. അത് അവരുടെ നേതാക്കളുടെയും മന്ത്രിമാരുടെയും അടക്കം പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാവുകയും ചെയ്തു. എന്തായാലും ഇന്നുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകുമെന്നാണ് CPI നേതൃത്വവും പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു ഘട്ടമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നിൽ മാധ്യമങ്ങൾക്കും അതോടെ പൊതുസമൂഹത്തിനും മുൻപിൽ വലിച്ചെറിയപ്പെടുന്ന ഒരു പ്രശ്നമായി ഇത് മാറുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ പ്രശ്നത്തിലൊരു രമ്യമായ പരിഹാരമാണ് LDF നേതൃത്വം കാണുന്നത്.